തലസ്ഥാനം BJP പിടിച്ചു. ഇനിയുള്ള ചോദ്യം തലസ്ഥാനത്തെ മേയർ ആരാകും എന്നുള്ളതാണ്. BJPയിലെ ഔദ്യോഗിക വിഭാഗം, രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടെ നിൽക്കുന്ന വിഭാഗം ശ്രീലേഖ IPS മേയറാകണമെന്ന ആഗ്രഹത്തിലാണ്. എന്നാൽ മറ്റൊരു വിഭാഗം VV രാജേഷ്, മറ്റൊരു കൊടുങ്ങാനൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച BJPയുടെ സമുന്നത നേതാവ്, യുവ നേതാവ് VV രാജേഷ് മേയറാകണമെന്ന തീരുമാനത്തിലാണ്. എന്തായാലും ഈ രണ്ടിൽ ഒരാളാകും മേയർ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മേയറാകാൻ വേണ്ടിയുള്ള തർക്കം BJPയിൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. ശ്രീലേഖ ഉജ്ജ്വല വിജയമാണ് ശാസ്തമംഗലത്ത് നിന്ന് നേടിയത്. 700ഓളം വോട്ടുകൾക്കാണ് കടുത്ത ത്രികോണ മത്സരത്തിൽ ശ്രീലേഖ വിജയിച്ചു കയറിയത്. മാത്രമല്ല, ശ്രീലേഖയുടെ വിജയം രാജീവ് ചന്ദ്രശേഖറിന് അനിവാര്യതയും ആയിരുന്നു. ശ്രീലേഖയെ മേയറാക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യം. എന്നാൽ VV രാജേഷ് വിഭാഗം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. VV രാജേഷ് ഇത്തവണ കൊടുങ്ങാനൂരിൽ പോയാണ് മത്സരിച്ചത്. അവിടെ അദ്ദേഹം ഉജ്ജ്വല വിജയമാണ് നേടിയത്. BJP തേരോട്ടത്തിൽ ഇടത് കോട്ടകൾ തകർന്ന് തരിപ്പണമാകുമ്പോഴും ആരാകും മേയർ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ശ്രീലേഖ മേയറാകുമോ എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് അവർ ചെയ്തത്. എന്തായാലും ശ്രീലേഖ വലിയ ഒരു മത്സരത്തിൽ ജയിച്ചാണ് വന്നത്. അവിടെ UDFിലെ സരള റാണിയും CPMലെ അമൃതയും ശക്തമായ പ്രതിരോധമാണ്, അല്ലെങ്കിൽ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ആ മത്സരത്തിൽ 700-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി ഉജ്ജ്വല വിജയം നേടിയാണ് ശ്രീലേഖ എത്തിയിരിക്കുന്നത്. ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ ശ്രീലേഖയുടെ സ്വഭാവം അനുസരിച്ച് തീർച്ചയായും പ്രബലാകാനുള്ള സാധ്യതയുണ്ട്. VV രാജേഷ് ആകട്ടെ മേയറാകാൻ കച്ചകെട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. VV രാജേഷിന്റെ പക്ഷം, അതായത് ഔദ്യോഗിക പക്ഷത്തിന് എതിരായി നിൽക്കുന്ന പക്ഷം VV രാജേഷ് മേയറാകാൻ വേണ്ടിയുള്ള കരുക്കളും നീക്കി തുടങ്ങി. VV രാജേഷ് മുമ്പ് BJPയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ കുറച്ച് വിവാദങ്ങൾ, ആ വിവാദങ്ങളാണ് അദ്ദേഹത്തെ തകർത്തത് എന്ന് പറയേണ്ടി വരും. എന്തായാലും അതിനുശേഷം അദ്ദേഹം കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിച്ചു. ഇപ്പോൾ കൊടുങ്ങാനൂരിലാണ് അദ്ദേഹം മത്സരിച്ചത്. കൊടുങ്ങാനൂരിൽ ശക്തമായ ഒരു മത്സരമൊന്നും എതിർ ടീം CPMൽ നിന്നോ UDFിൽ നിന്നോ ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം നന്നായി തന്നെ അവിടെ പ്രവർത്തിച്ചു ഉജ്ജ്വല വിജയം നേടി അദ്ദേഹവും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാകും മേയർ എന്നുള്ളതിനെ പറ്റി BJPയിൽ ഒരു തർക്കം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ, S സുരേഷ് തുടങ്ങിയ ഔദ്യോഗിക വിഭാഗം ശ്രീലേഖയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ RSSലെ ഒരു വിഭാഗം, തീവ്രമായ RSS വിഭാഗം VV രാജേഷിനെ മേയറാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശ്രീലേഖ മുമ്പ് ഹിന്ദുത്വ തീവ്ര വിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ്. അതിൽ RSSന് അതൃപ്തിയുണ്ട്. പക്ഷേ ശ്രീലേഖ നേടിയ വിജയം RSSന്റെ വായ പൂട്ടിയിരിക്കുകയാണ്. കാരണം ശക്തമായ വിജയമാണ് അവർ അവിടെ നിന്ന് നേടിയത്, അവർ ശാസ്തമംഗലത്ത് നിന്ന് നേടിയത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ ഒഴിവാക്കാൻ ഔദ്യോഗിക പക്ഷത്തിന് കഴിയില്ല. എന്നാൽ RSSന്റെ സപ്പോർട്ട് VV രാജേഷിനുണ്ട്. VV രാജേഷ് ശ്രീലേഖയെക്കാളും രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവും വന്ന യുവ നേതാവാണ്. ചെറിയ പ്രായത്തിൽ വലിയ പദവികൾ വഹിച്ച നേതാവാണ്. നല്ല പ്രാസംഗികനാണ്. TV ചർച്ചയിൽ BJPക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിക്കുന്ന വാദമുഖങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ മേയർ സ്ഥാനത്തിന് വേണ്ടി കട്ടിപിടി തന്നെ BJPയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സംഘപരിവാർ ഒരു വശത്ത് VV രാജേഷിന് വേണ്ടിയും രാജീവ് ചന്ദ്രശേഖറും ടീമും മറുവശത്ത് ശ്രീലേഖയ്ക്ക് വേണ്ടിയും വാദിക്കുമ്പോൾ BJPയിലെ വിഭാഗീയത ശക്തമായി വരും. തിരുവനന്തപുരം ഇലക്ഷൻ BJPക്ക് നൽകുന്ന തിരുവനന്തപുരം ഇലക്ഷനിലൂടെ BJP CPMന് നൽകുന്ന ഒരു പാഠമുണ്ട്. കാടിളക്കിയുള്ള പ്രചരണത്തിൽ അർത്ഥമില്ല. കാടിള
ഇളക്കിയുള്ള പ്രചരണത്തെക്കാൾ ഉപരി ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള പ്രചരണമാണ് പ്രധാനം. ജനങ്ങളുടെ മനസ്സറിയാൻ, തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മനസ്സറിയാൻ CPM-ന് കഴിയാതെ പോയി. അതിൽ കഴിയാതെ പോയതിൻ്റെ ഭവിഷ്യത്താണ് CPM ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്തായാലും മോദി വരുമ്പോൾ സ്വീകരിക്കാൻ BJP മേയർ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ ശ്രീലേഖയാണോ VV രാജേഷാണോ മേയർ എന്നതിനെ പറ്റിയുള്ള തർക്കം തുടരും. എന്തായാലും സസ്പെൻസ് ഇനിയും തുടരും.